നമ്മുടെ ട്രൂപ്പിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾ നീയാണ്. ഇവരാരെങ്കിലും സിനിമയിൽ വായിച്ചിട്ടുണ്ടോ? സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് നിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഇതൊക്കെ വല്ലപ്പോഴിലേ നടക്കുന്നുള്ളൂ. ഏതായാലും ഈ ട്രിപ്പോ ക്യാൻസലായ സ്ഥിതിക്ക് നീ നിന്റെ അച്ഛൻ്റെ സപ്തതി ആഘോഷത്തിന് പോകും. നിന്റെ ഏട്ടൻ കുറേ വിളിച്ചതല്ലേ? ശരിയാവൂല. അതേ, ഈ മോരടന്മാരായ അച്ഛന്മാർ ഒരു 10-70 വയസ്സോ കഴിയുമ്പോൾ ഒരു സ്നേഹസമ്പന്നരായിട്ടുള്ള ചരിത്രമുണ്ട്. നീ ഈ സമയത്ത് കയറി സെറ്റിലാവടാ. ഫുഡ്, റെന്റ്, ഇതിൻ്റെയൊക്കെ പൈസ ലാഭിച്ചൂടെ? പിന്നെ ഫ്രീ വൈഫൈ, ഫ്രീ ലോണ്ടറി, സുഖല്ലേ? മുട്ട ഞാൻ താനെ പൊട്ടക്കാണ് ഈ മുട്ടൊക്കെ വിഴുങ്ങണത്. ഇപ്പൊ കോഴിമുട്ട പോയിട്ട് കാടമുട്ടയായ മുട്ടലാണ് എനിക്ക് ഭക്ഷണം. ഹിന്ദു, നീ വരില്ലെന്നറിയാം. എന്നാലും നിനക്ക് എപ്പോ ഒഴിവുണ്ടെങ്കിലും ഇല്ലത്തൊന്ന് വന്നാൽ അച്ഛനത് വലിയ സന്തോഷവും. പുറമെ അച്ഛനത് കാണിച്ചില്ലെങ്കിലും വല്യച്ഛനും നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. തിരക്കാണ്, നോക്കട്ടെ. ഹലോ, നോ വിൽ ഗെറ്റ് ഹേർട്ട്. എപ്പോഴായിരുന്നു? എന്ത് പാസിങ്ങൾ നിങ്ങൾ എന്ത് കണ്ടു? 3 ഇസ്റ്റേ പോകും കേട്ടോ. എടോ, അച്ഛന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ വണ്ടി നിർത്തിയ ഫ്ലക്സ് ഒന്നുകൂടെ മര്യാദയ്ക്ക് വായിച്ചു നോക്ക്. മരിക്കുമ്പോൾ മാത്രമല്ലോ ഫ്ലക്സ് വയ്ക്കുന്നത്. എന്താ തുളസി? ആ വാട്ടർ ഫിൽറ്റർ സർവീസ് ചെയ്ത് കഴിഞ്ഞാലേ വിളിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അവരോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയൂ. മിനിസ്റ്റർ പോയ ഉടനെ അച്ഛനോട് പറയാം. ഇതാണ് മൂത്തയാള് ദീപാങ്കരൻ. എൻ്റെ കൂടെ ശബരിമലയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ക്ഷേത്രത്തിലാണോ അച്ഛൻ്റെ കൂടെ? അല്ല, ഏത് നേരവും വിദേശത്താ. ഒക്കെ VIP പൂജകൾ. ഇന്ന് രാത്രി കെനിയക്ക് പോവാം. അവിടെ ദുബായി. താമസം എയർപോർട്ടിനടുത്തേക്ക് മാറ്റി. ഇതാണ് ഭാര്യ. താഴെയുള്ള ആളെവിടെ? അയാൾ വരാൻ വൈകും. നമുക്കെടുക്കാം. ആയിക്കോട്ടെ. തരണേ. അപ്പുറത്ത് നിറച്ച ആൾക്കാരെ തുളസിയേച്ചി അച്ഛന് നിൽപ്പുണ്ടായിരുന്നു. ഒരു സീൻ ഒഴിവാക്കാൻ കരുതി. ഇതിലെ അമ്മ പപ്പുവിനെ കണ്ടും കയറാലോ. പപ്പുവെന്നല്ല, ഈ പപ്പു അമ്മ എന്ന് വിളിക്കേണ്ടി വരും. ഇന്ദുട്ടിയുടെ അമ്മ അമ്പലത്തിന്റെ പിറകിന്ന് ഇവനെ എടുത്തിട്ട് വരുമ്പോഴേ എന്റെ കുഞ്ഞ് ജനിച്ചിട്ട് 4-ാം നാളാ. അവളിപ്പോ 5-ാം ക്ലാസ്സിലായി. ശരിക്കും അമ്മ പോയ പിന്നെ എന്റെ ഉഷാറൊക്കെ പോയല്ലേ? അവന്റെ മാത്രമല്ല, നിങ്ങൾ രണ്ടാളുടെ. അതെ, മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊന്നും ഞെക്കിയ വെള്ളം വരുന്ന സാധനമാണത്. ഒരു സെക്കൻഡ് പോലും വേണ്ട. എന്തിനാണ് ഈ മുറി നാട്ടിക്കുന്നത്? നമ്മൾ ആൾറെഡി വെള്ളത്തിലേക്കല്ലേ മൂത്രം ഒഴിക്കുന്നത്, പിന്നെന്തിനാ വീണ്ടും വെള്ളം ഒഴിക്കണത്? വെളിച്ചന്റെ മെയിൻ ആണെത്തിയല്ലോ. ഹിന്ദു, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയാലേ എനിക്ക് ഫ്ലൈറ്റ് ഓടിക്കാൻ പറ്റൂ. എടോ, താനൊന്ന് പെട്ടെന്ന് കുളിച്ച് നല്ലൊരു മുണ്ടെടുത്ത് താഴെ പോയി ഒന്ന് ഹാൻഡിൽ ചെയ്യേ. വിളിച്ച ഒരു ഡൗട്ട്. ഈ കെനിയയിലെ ഹോമത്തിന് അഗ്നി കൊടുക്കേണ്ടത് കരിങ്ങാലിയുടെ ചമതം കൊണ്ടാണ്. അതിപ്പോ ഒപ്പിക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഞങ്ങൾക്ക് വെച്ചാൽ നേരത്തെ ചെക്കിനും ചെയ്യണം. വേറെ എന്താ എടുക്കാൻ പറ്റുക? ശുഭകാര്യത്തിനല്ലേ ഹോമം? അതെ അതെ. കൂവളം ചെറിയ കക്ഷകളാക്കി ചമതയാക്കിയാൽ മതി. രക്ഷപ്പെട്ടു. കൂവൾ സ്റ്റോക്കുണ്ട്. അപ്പൊ അത് ഓക്കെ. കെനിയെന്ന് എന്തെങ്കിലും കൊണ്ടുവരണോ? നമ്മുടെ ക്രോണിക് ബാച്ചിലർക്ക് പറ്റിയൊരു കെനിയൻ സുന്ദരീനെ കൊണ്ടുവരെ. അത് മതി, പക്ഷെ നമ്പൂരിക്കുട്ടി ആയിരിക്കണം. അയ്യാടാ, കൊള്ളാല. അപ്പൊ ഞാൻ വിളിക്കാൻ തോന്നും. തിരിച്ചെത്തിയിട്ട് വരാം. ആ പരികർമ്മ ചെക്കന് ദീപുവിന് ഒരു കാറ് മേടിച്ചു കൊടുത്തു. നല്ല പൈസ